ടൈറ്റിൽ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സിനിമ മൊത്തം കണ്ടു കഴിയുമ്പോൾ നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമയാണ് ഷോൺ ബേക്കറിൻ്റെ ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയ അനോറ. ന്യൂയോർക്കിലുള്ള ഒരു സ്ട്രിപ്പറുടെ കഥ പറയുന്ന ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു സ്ഥിരം റോംകോം സിനിമയുടെ മട്ടിലും ഭാവത്തിലുമാണ്. പക്ഷെ മുന്നോട്ട് പോകെ പോകെ ഇതൊരു രസകരമായ മാൻഹണ്ടായും ക്യാരക്ടർ സ്റ്റഡി ആയിട്ടും മാറുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ സംഭവിക്കുന്ന ഈ ഒരു ട്രാൻസിഷനിലൂടെ സിനിമയിലേക്ക് കൂടുതൽ ലെയറുകൾ ആഡ് ചെയ്യാൻ എഴുത്തുകാരനും സംവിധായകനുമായിട്ടുള്ള ഷോൺ ബേക്കറിന് സാധിക്കുന്നുണ്ട്. ആനി എന്ന അനോറ ന്യൂയോർക്കിലെ ഒരു സ്ട്രിപ്പറാണ്. ഒരു ദിവസം അവൾക്ക് ലഭിക്കുന്ന കസ്റ്റമർ 21 വയസ്സുള്ള ഒരു റഷ്യൻ പയ്യനാണ്. വാന്യ എന്ന് വിളിക്കുന്ന ഇവാനാണ് കക്ഷി. റഷ്യൻ സംസാരിക്കുന്ന ആളെ വേണമെന്ന ഡിമാൻഡ് കാരണമാണ് വാന്യ ആനിയിലെത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു കണക്ഷൻ തോന്നിയതുകൊണ്ട് വാന്യ അനോറയോട് ഒരാഴ്ചത്തേക്ക് അമേരിക്കയിൽ തൻ്റെ ഗേൾഫ്രണ്ടായി കൂടെ നിൽക്കാമോ എന്ന് ചോദിക്കുന്നു. പണം ലഭിക്കുന്നത് കൊണ്ട് ആനി അതിന് സമ്മതവും മൂളുന്നു. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. നിങ്ങൾ ഈ സിനിമയുടെ പോസ്റ്റർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണയായി നമ്മൾ കാണുന്ന പണക്കാരനായ ഒരു പയ്യനും സാധാരണക്കാരിയായ പെണ്ണും കണ്ടുമുട്ടിയ റൊമാൻറ്റിക് സ്റ്റോറിയുടെ പോസ്റ്റർ പോലെയാണ് തോന്നുക. സിനിമയുടെ ആദ്യത്തെ 40 മിനിറ്റ് ഇവർ രണ്ടുപേരും പാർട്ടി ചെയ്യുന്നതും ഫിസിക്കൽ റിലേഷൻഷിപ്പിലാകുന്നതും ഒക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സിനിമ അതിൻ്റെ സെക്കൻഡ് ആക്ടിലേക്ക് കടക്കുമ്പോഴാണ് എല്ലാ കഥാപാത്രങ്ങളെക്കുറിച്ചും നമുക്ക് കുറച്ചുകൂടെ ഒരു ധാരണ കിട്ടുന്നത്. വില്ലൻ പൈസക്കാരനാണെങ്കിൽ വയലൻസും യാതനകളും അനുഭവിക്കുന്ന നായിക എന്ന് പറയുന്ന സ്ഥിരം പരിപാടിയിലേക്ക് ഷോൺ ബേക്കർ പോകുന്നില്ല. വാന്യയുടെ സ്വഭാവം സത്യം പറഞ്ഞാൽ സിനിമയിൽ പിന്നീട് കുറെ ഹ്യൂമറിന് സ്പേസ് കൊടുക്കുന്നുണ്ട്. വളരെ എസ്കേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സ്റ്റോറിയുടെ മൂഡിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കാൻ നടക്കുന്ന കോമഡി പടത്തിന്റെ ഒരു മൂഡിലേക്ക് അനോറ ട്രാൻസിഷൻ ചെയ്യുന്നുണ്ട്. ക്ലാസ് ഡിവൈഡ് എന്ന സിനിമയുടെ രാഷ്ട്രീയം കടന്നു വരുന്ന അവസാന ആക്ടിലാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ സ്കോർ ചെയ്യുന്നത്. ഞാൻ മേലെ പറഞ്ഞ രാഷ്ട്രീയം ഡയലോഗുകളിലൂടെ അടിച്ചേൽപ്പിക്കാനൊന്നും സിനിമ നോക്കുന്നില്ല. നമ്മുടെ നായികയുടെ ഭൂതകാലത്തെക്കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും സിനിമ തരുന്നില്ല. പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു പെൺകുട്ടിയല്ലാതെ വേറെ അടുപ്പമുള്ള ആരും തന്നെ അവൾക്കില്ല. ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ അവൾ വാന്യയുമായിട്ടുള്ള അടുപ്പത്തിൽ പ്രതീക്ഷ വെച്ചത് എന്നതിൻ്റെ ചില സൂചനകൾ ഷോൺ ബേക്കർ നമുക്ക് തരുന്നുണ്ട്. സിനിമയുടെ രണ്ടാമത്തെ ആക്ടിൽ ആനി എല്ലാവരോടും ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന സ്വഭാവം കാണിക്കുമ്പോൾ അവളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ തോന്നും. പക്ഷേ ആ ഒരു സ്ഥലത്ത് നിന്ന് രണ്ടാമതൊരു കഥ ഉണ്ടാക്കിയെടുക്കാൻ ഷോൺ ബേക്കർ ശ്രമിക്കുന്നുണ്ട്. ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയുടെ പല വേർഷനുകൾ ഈ സിനിമ പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ എഴുത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രധാന സംഭവം. വാന്യയുടെ സുഹൃത്തുക്കളും ലോക്കൽ ഗാർഡിയനും അവൻ്റെ റഷ്യൻ മാതാപിതാക്കളും ഒക്കെ മകനെ വശീകരിച്ച് പണം തട്ടാൻ നോക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് അനോറയെ കാണുന്നത്. അത്തരത്തിൽ തന്നെ നോക്കുന്നത് ഇഷ്ടമല്ല എന്ന് ആനി പല സമയത്തും സിനിമയിൽ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നതിൽ ദേഷ്യപ്പെടുന്ന ആനി ഒരു റഷ്യക്കാരനായ ഐഗറിനെ അയാളുടെ പേര്, നോട്ടം, ജനിച്ച സ്ഥലം എല്ലാം വെച്ച് ജഡ്ജ് ചെയ്യുന്നുണ്ട്. ആനിയും ഐഗറും തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന സമയത്ത് തന്നെ ആ ക്ലീഷേ ബ്രേക്ക് ചെയ്യാൻ ഷോൺ ബേക്കർ ആനിയുടെ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള സ്വഭാവം നമുക്ക് കാണിച്ചു തരും. മികച്ച എഡിറ്റർക്കുള്ള ഓസ്കാർ ഇതിലൂടെ നേടിയിട്ടുള്ള സംവിധായകനായിട്ടുള്ള ഷോൺ ബേക്കർ സിനിമയുടെ പേസിംഗ് മികച്ച രീതിയിൽ നമ്മളെ പിടിച്ചിരുത്താൻ പാകത്തിനാണ് നടത്തിയിട്ടുള്ളത്. സൗണ്ട് ഡിസൈനിലുള്ള വ്യത്യാസങ്ങൾ കാരണം അടുത്തടുത്തുള്ള ചില സീനുകൾക്ക് കഥാപാത്രം അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ നമ്മളിൽ രജിസ്റ്റർ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. നിയോൺ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വളരെ ഗ്ലോസി ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് ലുക്ക് സിനിമയുടെ തുടക്ക ഭാഗങ്ങളിൽ ഡ്രൂ ഡാനിയൽസിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ കഥയുടെ സ്വഭാവം മാറുന്നതോടുകൂടി വിഷ്വൽ ലാംഗ്വേജ് കാര്യമായിട്ട് മാറുന്നുണ്ട്. എക്സ്ട്രീം ക്ലോസപ്പുകളും സീനിൽ വയലൻസ് നടക്കുമ്പോഴും സ്റ്റാറ്റിക്കായി നിൽക്കുന്ന ക്യാമറയും നമുക്ക് കാണാൻ സാധിക്കും. അനോറ എന്ന കഥാപാത്രമായി മിക്കി മാഡിസൺ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ദേഷ്യവും നിസ്സഹായാവസ്ഥയും ഒക്കെയുള്ള സിനിമയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആക്ടിലെ ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥകളാണ് സത്യം പറഞ്ഞാൽ പെർഫോമൻസ് വൈസ് ഈ കഥാപാത്രത്തെ ചാലഞ്ചിങ് ആക്കുന്നത്. ഐഗർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച യൂറ ബോറിസോവ് എംപതിയുള്ള ആ കഥാപാത്രത്തെ മനോഹരമായിട്ട് അണ്ടർപ്ലേ ചെയ്തു. ടെൻഷൻ അടിച്ച് നടക്കുന്ന ടോറസായി കാരൻ കരഗുലിയനും അയാളുടെ മണ്ടനായ സഹായിയായി വാച്ചെ തോമസിനും രസകരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എപ്പോഴും ലഹരിയിലായി നടക്കുന്ന വാന്യ എന്ന ഐവാനെ അവതരിപ്പിച്ച മാർക്ക് ഐഡൽസ്റ്റൈൻ ആ കഥാപാത്രത്തെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചു. ഒരർത്ഥത്തിൽ അനോറ 2 ഫോർമുല ലവ് സ്റ്റോറികളെ കോർത്തിണക്കിയിട്ടുള്ള പോലത്തെ ഒരു പടമാണ്. പക്ഷേ ഒരേ കഥാപാത്രത്തിന്റെ 2 ഡയമെൻഷൻ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 കഥകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കഥ ആ കഥാപാത്രത്തിന്റെ തന്നെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ രണ്ടാമത്തെ കഥ മൂന്നാമതൊരു വ്യക്തി കേന്ദ്ര കഥാപാത്രത്തെ നോക്കി കാണുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്. തിരക്കഥയുടെ സംഭവബഹുലമായ ഫോർമാറ്റ് ഒരുപക്ഷെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനോറ എന്ന കഥാപാത്രം ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചിന്തിക്കാനുള്ള സമയം നമുക്ക് തരുന്നില്ല. പക്ഷേ സിനിമയുടെ ഏറ്റവും അവസാനം ആ കഥാപാത്രം കരയുമ്പോൾ കാര്യങ്ങൾ മൊത്തം ഒന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് സിനിമയിൽ കാണിക്കാത്ത അവരുടെ ബാക്ക് സ്റ്റോറി വരെ നമ്മൾ ആലോചിക്കുന്ന ഒരു സ്പേസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഷോൺ ബേക്കറിന് സാധിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള കൂടുതൽ റിവ്യൂകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്